അമ്മയും അമ്മയുടെ ചേച്ചിമാരുമായിട്ട് 3 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആൺതരി ഇല്ലായിരുന്നതിനാൽ പള്ളിപ്പാന പിന്നീട് അങ്ങോട്ട് തുടർന്ന് നടത്തുവാൻ അമ്പലപ്പുഴ അവകാശികളായിട്ടുള്ള ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വർഷം അമ്പലപ്പുഴ അവകാശികളായ കോമന വെലമ്പറമ്പ് കുടുംബാംഗങ്ങൾ ഈ പള്ളിപ്പാന ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ അവകാശികളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ ആധികാരികമായ ദേവസ്വത്തിൻ്റെ കത്തുകളും കാര്യങ്ങളുമൊക്കെ ഇന്നും വളരെ പവിത്രതയോടുകൂടി ഞങ്ങൾ സൂക്ഷിച്ചു വരികയാണ്. ഈ പള്ളിപ്പാനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്ത് ഒരു കുരിയാല ഉണ്ടായിരുന്നു. അത് ജീർണിച്ച അവസ്ഥയിലായിരുന്ന സമയത്ത് അത് പുതുക്കി പണിയണം എന്നുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ആഗ്രഹപ്രകാരം അത് പുതുക്കി ഇപ്പോൾ ഒരു ചെറിയ അമ്പലമായി പണിതിരിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പള്ളിപ്പാനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാള്, ശംഖ്, വലമ്പിരി ശംഖ്, അത് പറ, അതുപോലെ തന്നെ ഈ പള്ളിപ്പാന നടത്തുന്നതുമായി ബന്ധപ്പെട്ട താളിയോല ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഭക്തിപൂർവം തന്നെ ഞങ്ങളിവിടെ സംരക്ഷിച്ചു വരുന്നതാണ്. അതോടൊപ്പം തന്നെ അന്ന് പൂജകൾക്കായി ഉപയോഗിച്ചിരുന്ന വലമ്പിരി ശംഖ്, വളരെ അപൂർവമായി കാണുന്ന വലമ്പിരി ശംഖ്, അതോടൊപ്പം തന്നെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന പള്ളിപ്പാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാള്, പീഠം, അതോടൊപ്പം തന്നെ പറ, ഓട്ടുപറ, ഇന്ന് അപൂർവമായിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ തടികളിൽ ഉപയോഗിക്കുന്ന ഓട്ടുപറയാണുള്ളത്. അതും ഇന്ന് നമ്മൾ ഇവിടുത്തെ നമ്മുടെ നിലവറയിൽ വളരെ ഭക്തിപൂർവ്വം നമ്മൾ സംരക്ഷിച്ചു വരികയാണ്. അങ്ങനെ എല്ലാ പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയിരുന്ന അതേ ആചാരപ്രകാരമാണ് ഈ പ്രാവശ്യവും പള്ളിപ്പാന നടത്തുവാൻ അമ്പലപ്പുഴ കൂത്താടികളായ ഞങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പലതരം പള്ളിപ്പാനകളിൽ പങ്കെടുത്തിട്ടുള്ള പല ആചാര്യന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പള്ളിപ്പാന നടത്തുന്നത്.